ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ബ്രെഡ് കൊണ്ടൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരുടെയും വീട്ടിൽ ബ്രെഡ് കാണും. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്, മൈദയും ഈക്വലായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചേ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, അതാണ് ഈ നുള്ള് എന്ന് പറയുന്നത്, ഒരു കുറച്ച് മാത്രം. അപ്പം നമുക്ക് അല്പം എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിൽ. അപ്പം ഞാനങ്ങ് ചേർത്തന്നേ ഉള്ളൂ, വീട്ടിലുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന്. അപ്പം നമുക്ക് അല്പം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നാലും പഞ്ചസാര ചേർത്ത് കഴിയുമ്പം ഇത് ഒരു ടേസ്റ്റ് തന്നെ. ഫുഡ് കളറ് ചേർക്കുന്നുണ്ട്, അത് ഒരല്പം വീഡിയോയ്ക്കായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കളറ് ചേർക്കാറില്ല കുട്ടികൾക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ. അതുപോലെ ഞാനൊരു മുട്ട എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇക്ക ഉണ്ട്, പിന്നെ കിച്ചണിൽ മോനുണ്ട്, മോളുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും കൂടി ചെന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ചെയ്യുമ്പം ഒരു ഭയങ്കര സന്തോഷം. ഒറ്റയ്ക്ക് നമ്മൾ കിച്ചണിൽ അവർ മൊബൈൽ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പത്രം വായിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കുക. അപ്പം നമ്മൾ എല്ലാവരും കൂടെ കിച്ചണിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭവം നമ്മൾ തയ്യാറാക്കാൻ തന്നെ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇക്ക ഗൾഫിൽ നിന്നപ്പോൾ ഇക്കയുടെ റൂമിലുള്ള ഒരാൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇക്കായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇക്ക എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് നൊയമ്പിനൊക്കെ ഇക്ക ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഇതെപ്പോഴും തയ്യാറാക്കാറുണ്ട്. അപ്പം അന്ന് വീഡിയോ ഇല്ല, ഇപ്പം ഓർത്തു വീഡിയോയിലൂടെ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ബ്രെഡ് എടുത്ത് കട്ട് ചെയ്യുക. മോനും ഇക്കായും മോളും എല്ലാം കൂടെ ഒരു സന്തോഷമുള്ളൊരു ദിവസം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നൊയമ്പിന്. അപ്പം നമ്മൾ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ദിവസം കൂടെ മാത്രമല്ല ഉള്ള നൊയമ്പ്. നമുക്കപ്പം നൊയമ്പൊക്കെ ഇനിയിപ്പം വരുമ്പം പകലൊന്നും നമ്മൾ വലിയ പാചകമൊന്നും കാണത്തില്ല. അപ്പോൾ വൈകിട്ട് നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയോ തയ്യാറാക്കണമെന്നുള്ള വെപ്രാളം എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നൊയമ്പൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇതൊക്കെ ഈ ഒരു വീഡിയോ ഓർത്ത് വെച്ചോ, പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാം. അപ്പോൾ ഇത് കട്ടി ഉറച്ച് വേണേ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തേച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അടുത്തടുത്ത് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതും കൂടെ എടുത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നൊയമ്പിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ എല്ലാ വീടുകളിലും തയ്യാറാക്കാം. അപ്പം നമ്മൾ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരണം നമുക്ക് ഇന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങളെല്ലാം ഓർത്ത് വെച്ചു. അപ്പം നൊയമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം. അപ്പം നൊയമ്പിന് 4 മണിക്ക് ഒരു 5:30 ആകുമ്പോഴത്തേനും തയ്യാറാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നൊയമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചൂടോടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കാം. കട്ടി കുറച്ച് സെൻറ്റർ, പക്ഷെ നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, പാനിൽ എണ്ണ ഒഴിച്ചു. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായി വരട്ടെ. അപ്പം നമുക്ക് ഇത് പിന്നെ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് 4 സൈഡിലും ആ ബ്രെഡ് മുക്കിയെടുക്കണം. ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ടത് മുക്കിയെടുക്കണം. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്തായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഇത് തയ്യാറാക്കി നോക്കും. അപ്പോൾ അത്ര ടേസ്റ്റാണ്. അപ്പം നമുക്ക്
ഈ സംഭവങ്ങളെല്ലാം എല്ലാവരും വീടുകളിൽ കാണുന്ന സംഭവങ്ങളാണ്. ഈ ഇട്ട പൊടികളാണെങ്കിലും ബ്രെഡാണെങ്കിലും എല്ലാം. അപ്പം നമുക്ക് ഫുഡ് കളർ മാത്രം ചിലപ്പം ചിലരുടെ വീടുകളിൽ കാണത്തില്ല. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെയും വീടുകളിൽ കാണും. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും വീടുകളിൽ തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്കോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാം. നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്പം ബാറ്റർ തേച്ചത് കാരണം നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. പക്ഷേ മൂപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴും നമ്മളിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ഇതിനകത്ത് സെൻറ്ററിൽ ഒരു ബനാനയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബനാന വെച്ച് ചെയ്താലും ടേസ്റ്റ് കാണും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും. അത്ര ടേസ്റ്റാണ്. നമുക്ക് ഇത് തയ്യാറാക്കിയപ്പം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഞാൻ ഇഫ്താർ പ്രമാണിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ, സീ യു.